ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതിന് പിന്നിൽ രാഷ്ട്രപതി മോഹമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അടുത്ത രാഷ്ട്രപതിയായി തന്നെ പരിഗണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം ബി.ജെ.പി. നേതൃത്വം നിരാകരിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് വാർത്തകളുണ്ട്. ബി.ജെ.പി. നേതാക്കൾ തന്നെയാണ് ധൻകറിന്റെ രാഷ്ട്രപതി മോഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അധികാരം നേടുന്നതിൽ പ്രത്യേക തന്ത്രജ്ഞനായ രാഷ്ട്രപതിയായിരുന്നതിനാൽ ഇത്തരം റിപ്പോർട്ടുകളെ തള്ളിക്കളയാനാകില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് 2 വർഷം കൂടി കാലാവധിയുണ്ട്. മുർമുവിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ തന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ധൻകർ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ബി.ജെ.പി. നേതാക്കൾ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും നൽകിയില്ല എന്ന് മാത്രമല്ല, ആ ആഗ്രഹം നടക്കില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. ഇതോടെയാണ് ധൻകർ ബി.ജെ.പിയുമായി അകലുകയും സ്ഥാനമൊഴിയാൻ തീരുമാനിക്കുകയും ചെയ്തത്. രാജ്യസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെയും പാർട്ടിയെയും പിന്തുണച്ച് അതിതീവ്ര നിലപാട് സ്വീകരിച്ച് തന്നെ പാർട്ടി അവഗണിക്കുന്നു എന്ന തോന്നലാണ് ധൻകറിനെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. ബംഗാൾ ഗവർണർ സ്ഥാനത്തിരുന്ന മമതാ ബാനർജിയുമായി ഏറ്റുമുട്ടി ഉപരാഷ്ട്രപതി പദവിയിലെത്താൻ ധൻകർ തന്നെ ഈ സ്ഥാനത്തെ അവരോധിച്ച് ബി.ജെ.പി. നേതൃത്വത്തോട് അടുത്ത കാലം വരെ വിധേയത്വം പുലർത്തിയിരുന്നു. രാജ്യസഭ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഭരണപക്ഷത്തിന് അനുകൂലമായിരുന്നു അദ്ദേഹത്തിന്റെ നടപടികൾ. എന്നാൽ സർക്കാരുമായി പാർട്ടിയുമായി നേരിട്ടുള്ള ഉരസൽ ധൻകർ തുടങ്ങിയത് സമീപകാലത്താണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. 2 വർഷത്തിന് ശേഷം അടുത്ത രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ NDA സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ധൻകർ അനൗപചാരികമായി ഉന്നത പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ ഉന്നയിച്ച ബി.ജെ.പി. വൃത്തങ്ങൾ പറയുന്നു. തുടക്കത്തിലെ പാർട്ടി നേതൃത്വം ഈ ആവശ്യം നിരാകരിച്ചെന്നും നടക്കാത്ത കാര്യമാണെന്നും തുറന്നു പറഞ്ഞത് അവർ കൂട്ടിച്ചേർത്തു. ഇതിനുശേഷം സർക്കാരും പാർട്ടിയുമായി ധൻകർ അകന്നു. കേന്ദ്രത്തിലെ പ്രബലനായ ഒരു മന്ത്രി ധൻകറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലെ തർക്കങ്ങൾ ധൻകർ രോഷാകുലനായി. പിന്നിൽ ഇത്തരം ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനുശേഷം പദവി രാജിവെക്കുന്നതാണ് ഉചിതമെന്ന നിലയിൽ സർക്കാർ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ധൻകറിന് വ്യക്തമായ സന്ദേശം ലഭിച്ചെന്ന് സൂചന. വിപ്പ് ബാധകമല്ല. കൂറുമാറ്റ നിരോധന നിയമം ഇതിന്റെ പരിധിയിൽ വരില്ല. ഇത് രഹസ്യ ബാലറ്റാണ്. അംഗങ്ങൾക്ക് ഇഷ്ടമുള്ളയാൾക്ക് വോട്ട് ചെയ്യാം. പാർലമെന്റിലെ ഇരുസഭകളിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ചേർന്നാണ് ഇലക്ട്രോൾ കോളേജിൽ ലോക്സഭയും രാജ്യസഭയിലെയും നിലവിലെ അംഗം അനുസരിച്ച് ഇലക്ട്രോൾ കോളേജിൽ 782 പേരാണുള്ളത്. ലോക്സഭയിൽ 542 പേരും രാജ്യസഭയിൽ 240 പേരുമുണ്ട്. ലോക്സഭയിൽ 543 അംഗസംഖ്യയിൽ ഒരാളുടെ കുറവുണ്ട്. രാജ്യസഭയിൽ 245 പേരിൽ 5 ഒഴിവുണ്ട്. ഇതിൽ NDAയുടെ 427 അംഗങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന് 355 പേർ. NDA അംഗങ്ങളിൽ 10 പേർ നോമിനേറ്റ് അംഗങ്ങളാണ്. NDAയിൽ ഇന്ത്യ സഖ്യത്തിനും ഭാഗമല്ലാത്തവരായ 50 അംഗങ്ങൾ കൂടി പ്രതിപക്ഷ ഗണ്യത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഈ ഗണ്യത്തിൽ ലോക്സഭയിലെ 20 പേരും രാജ്യസഭയിലെ 30 അംഗങ്ങളുമുണ്ട്. ഭരണഘടനയുടെ 63 അനുച്ഛേദനം അനുസരിച്ച് നിലവിലെ ഉപരാഷ്ട്രപതിയുടെ കാലാവധി തീരുന്നതിന് 60 ദിവസം മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തണം. നിലവിലെ ഉപരാഷ്ട്രപതിയുടെ നിരാണം, രാജി നീക്കം ചെയ്യൽ എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ വരുന്ന ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നാലും പുതുതായി എടുത്തയാൾക്ക് പൂർണ്ണ 5 വർഷ കാലാവധി ഉണ്ടാകും. ഫ്രീ ഫാൻസ് വോട്ടിംഗ് രീതിയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്. ബാലറ്റ് പേപ്പർ സാധുവാക്കാൻ 1ാം ഫ്രീ ഫ്രൈസ് വോട്ട് നിർബന്ധമാണ്. 2027 ഓഗസ്റ്റ് 11 അവസാനിക്കേണ്ടിയിരുന്ന കാലാവധി പൂർത്തിയാക്കാതെയുള്ള ഉപരാഷ്ട്രപതിയുടെ രാജിക്ക് പിന്നിൽ കാരണങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ചക്കുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങളോട് അദ്ദേഹം അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ആരോഗ്യപരമായ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്ന് ധൻകർ തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷം ഈ വിശദീകരണം പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. രാജിക്ക് ശേഷമുള്ള ആനുകൂല്യങ്ങൾ കാലാവധി പൂർത്തിയാകാതെ സ്ഥാനമൊഴിയുന്ന ധൻകറിന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കൂ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നു. നിലവിലുള്ള നിയമപ്രകാരം ഒരു ഉപരാഷ്ട്രപതി 2 വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിച്ച ശേഷം സ്ഥാനമൊഴിഞ്ഞാൽ വിരമിച്ചതിന് തുല്യമായ ആനുകൂല്യങ്ങൾക്ക് അർഹനാണ്. 2 വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് ആ സ്ഥാനവുമായി ബന്ധപ്പെട്ട പെൻഷനും മറ്റു സൗകര്യങ്ങളും ലഭിക്കാൻ അർഹതയുണ്ട്. മറ്റുപരാഷ്ട്രപതിമാർക്ക് അവരുടെ സേവന കാലയളവിൽ ശമ്പളത്തിന്റെ 50 തൊട്ട് 60% പെൻഷനായി ലഭിക്കാറ്. 2018 ബഡ്ജറ്റ് പ്രകാരം ധൻകറുടെ വാർഷിക ശമ്പളം 48 ലക്ഷം രൂപയായിരുന്നു. അതായത് പ്രതിമാസം 4 ലക്ഷം രൂപ. ഇതിന്റെ 50% കാണിക്കുമ്പോൾ പ്രതിമാസം കുറഞ്ഞ് 2 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് പെൻഷനായി ലഭിക്കും. പെൻഷന് പുറമെ ധൻകറിന് നിരവധി സൗജന്യ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും. ഒരു സർക്കാർ ബംഗ്ലാവ് അനുവദിക്കപ്പെടും. ഇതിന്റെ വൈദ്യുതി, ജലബില്ലുകൾ സർക്കാർ വഹിക്കും. ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എവിടെ താമസിക്കണമെങ്കിലും സൗജന്യ വെള്ളം, വൈദ്യുതി ആനുകൂല്യങ്ങൾ ലഭിക്കും. സൗജന്യ വിമാനം, റെയിൽവേ യാത്രകൾക്കും അർഹതയുണ്ട്.
സ്വകാര്യ ഡോക്ടറുടെ സേവനം ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യം ആനുകൂല്യങ്ങളും ലഭിക്കും. 2 പേഴ്സണൽ അസിസ്റ്റന്റുമാരും PAയും ലഭിക്കും. മുൻ ഉപരാഷ്ട്രപതിമാർക്ക് ചില ഫർണിച്ചർ, വീട്ടുപകരണങ്ങൾ, 2 മൊബൈൽ ഫോണുകൾ എന്നിവയും ലഭിച്ചിരുന്നു. ജഗദീപ് ധൻഖറുടെ ഭാര്യയ്ക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയും സർക്കാർ നൽകും. റിപ്പോർട്ടുകൾ പ്രകാരം ജഗദീപ് ധൻഖർ ഔദ്യോഗിക വസതി ഉടൻ ഒഴിയും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജി സമർപ്പിച്ച് തിങ്കളാഴ്ച രാത്രി തന്നെ വസതി ഒഴിയാനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം തുടങ്ങിയെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2022 ഓഗസ്റ്റിലാണ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പുതുതായി നിർമ്മിച്ച ഉപരാഷ്ട്രപതി ഭവനിൽ അദ്ദേഹം താമസത്തിനെത്തിയത്.